കൺസ്യൂമർ അവയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോർട്ട് കൊച്ചി വാസ്കോഡഗാമ സ്ക്വയറിൽ ലഹരിവിരുദ്ധ സമ്മേളനവും ഉപഭോക്തൃ നിയമ ബോധവൽക്കരണ സെമിനാറും സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം KG മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൊച്ചി എന്ന് പറയുമ്പോൾ ഒരു കേന്ദ്രമാണ്. ഒരു 5-6 മാസം മുമ്പാണ് നമ്മുടെ ഈ അറബിക്കടലിൽ കോസ്റ്റ് ഗാർഡ് ഒരു ബോട്ട് പിടിച്ചത്. കോസ്റ്റ് ഗാർഡ് പിടിച്ച ബോട്ടിൽ ഏതാണ്ട് ആ കോടിനെ കണക്കാൻ പറഞ്ഞത് അത്രയും കോടി വിലമതിക്കുന്ന വലിയ സിന്തറ്റിക് ഡ്രഗ്സുകളായിരുന്നു ആ ബോട്ടിലുണ്ടായിരുന്നത്. അത് പിടിച്ചത് കൊണ്ട് അതൊക്കെ നമുക്ക് നശിപ്പിക്കാൻ കഴിയുന്നതാണ്, കൊണ്ടുവരാൻ കഴിയുന്നത്. ക്യാബ് സെക്രട്ടറി കാവ്യ അന്തർജനം അധ്യക്ഷത വഹിച്ചു. നമ്മൾ സാധാരണ മയക്കുമരുന്ന് എന്നൊരു പേര് മാത്രം, ഈ മയക്കുമരുന്നിൽ എത്ര തരമുണ്ട്, എന്തൊക്കെ രീതിയിലാണ് അത്, എവിടെയൊക്കെയാണ്, ഏത് ടൈപ്പ് കുട്ടികളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞ പറ്റില്ല. എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ TM മജു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ കണക്ക് വെച്ചിട്ട് ശരിക്കും ഡ്രഗ്സിന്റെ ഉപയോഗങ്ങൾ കൂടിയത് ഒരു പോസ്റ്റ് കോവിഡ് പീരീഡിലാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം വെച്ചാൽ പോസ്റ്റ് കോവിഡിന് മുന്നേ ഉള്ള ഒരു സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഡ്രഗ്സ് നമ്മൾ പിടിച്ചിട്ടുണ്ട്, ഒത്തിരി ഡ്രഗ്സ് പിടിക്കുന്നുണ്ട്. പക്ഷെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകളും വന്നതും ഇപ്പൊ ഈ പറയുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് ഇത് എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം വന്നത് പോസ്റ്റ് കോവിഡ് പീരീഡിലാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കുട്ടികളില് നമ്മൾ മൊബൈൽ. ഉപഭോക്തൃ നിയമ ബോധവൽക്കരണ സെമിനാർ ജില്ലാ ഉപഭോക്തൃ നിയമ ഫോറം കമ്മീഷണർ DB ബിനു ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ഈ ഫോർട്ട് കൊച്ചിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണെന്നുള്ളതും ഏറ്റവും. മുൻ കേന്ദ്രമന്ത്രി KV തോമസ് മുഖ്യാതിഥിയായിരുന്നു. ക്യാബ്സ് പ്രസിഡന്റ് ലിജി വിൻസെന്റ് സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. സഹകരിക്കുക, മയക്കുമരുന്നിനെതിരെ. ഫോർട്ട് കൊച്ചി SHO ഫൈസൽ, തോപ്പുംപടി SHO AN ഷാജു തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു. നിയമവിദഗ്ധനും ലോക മനുഷ്യാവകാശ സംഘടനയുടെ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ അഡ്വക്കേറ്റ് മനോജ് C നായർക്ക് മികച്ച മനുഷ്യാവകാശ പ്രവർത്തനമുള്ള ക്യാബ്സിന്റെ ജനരത്ന പുരസ്കാരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ TN മജുവും ഉപഭോക്തൃ ഫോറം കമ്മീഷണർ DB ബിനുവും ചേർന്ന് സമ്മാനിച്ചു. നമ്മൾ കൊച്ചിക്കാർ സംഘടനാ ചെയർമാൻ ജബ്ബാർ ഉപ്പാസ്, കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ, MM ഓർക്കസ്ട്ര സെക്രട്ടറി ഹുസൈൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. KG ഗിരീഷ് കുമാർ സ്വാഗതവും സജിൻ സെൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നമ്മൾ കൊച്ചിക്കാർ സംഘടിപ്പിച്ച ഗാനമേളയും നടന്നു.